നമസ്കാരം. വേണ്ടി വന്നാൽ മോഹൻ ഭാഗവതിനെ തന്നെ ബന്ധപ്പെടാൻ മടിക്കില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ വ്യക്തമാക്കിയതോടെ LDF-ൽ ഘടകകക്ഷികളെക്കാൾ പ്രാധാന്യം RSSനാണ് എന്ന് വ്യക്തമായതായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. ഘടകകക്ഷികൾ സമ്മർദ്ദം ചെലുത്തിയിട്ട് പോലും ADGP അജിത് കുമാറിനെ സ്ഥാനത്ത് നിന്ന് മാറ്റില്ലെന്ന് മുഖ്യമന്ത്രി ഉറപ്പിച്ചു പറഞ്ഞതോടെ ഇക്കാര്യം വ്യക്തമായി. ADGPക്കെതിരെ നടപടിയെടുക്കുന്നത് RSSനെ വേദനിപ്പിക്കും എന്നതിനാലാണ് മുഖ്യമന്ത്രി ഈ നിലപാട് സ്വീകരിച്ചതെന്നും സതീശൻ ചൂണ്ടിക്കാട്ടി. ഇത്ര ഗുരുതരമായ ആരോപണം ഉയർന്നിട്ടും RSS നേതാക്കളെ കണ്ട് ചർച്ച നടത്തിയെന്ന് ADGP അജിത് കുമാർ തന്നെ സമ്മതിച്ചിട്ടും ഒരു വിശദീകരണം ചോദിക്കാനോ നടപടിയെടുക്കാനോ പോലും മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല. ഇതുതന്നെയാണ് RSS-CPM അവിശുദ്ധ ബാന്ധവത്തിന്റെ ഏറ്റവും വലിയ തെളിവ് എന്ന് വി.ഡി. സതീശൻ കുറ്റപ്പെടുത്തി. അതേസമയം ആരോപണം നേരിടുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കുകയും മലപ്പുറം ജില്ലയിലെ പോലീസുകാരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റുകയും ചെയ്ത നടപടി അപഹാസ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന അതേ മുഖ്യമന്ത്രിയാണ് സത്യസന്ധനായ ഒരു IPS ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുത്തത് എന്നും ഇതുവരെ ഒരു മോശം ട്രാക്ക് റെക്കോർഡും ഇല്ലാത്ത മലപ്പുറം SP-ക്കെതിരെ ആഭ്യന്തര വകുപ്പ് എന്തിനാണ് നടപടിയെടുത്തത് എന്നും അദ്ദേഹം ചോദിച്ചു. ഭരണകക്ഷി MLA-യെ തൃപ്തിപ്പെടുത്താനാണ് സത്യസന്ധനായ പോലീസ് ഉദ്യോഗസ്ഥനെ മാറ്റിയതെന്ന് സതീശൻ ആരോപിച്ചു. ഇതിലൂടെ മുഖ്യമന്ത്രി പോലീസ് സേനയ്ക്കും പൊതുസമൂഹത്തിനും എന്ത് സന്ദേശമാണ് നൽകുന്നതെന്നും അദ്ദേഹം ആരാഞ്ഞു. സ്കോട്ട്ലൻഡ് യാർഡിനെ പോലും വെല്ലുന്ന കേരളത്തിലെ പോലീസ് സേനയെ ഏറാൻ മോളികളുടെ സംഘമാക്കി മാറ്റുകയാണ് പിണറായി വിജയൻ എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രിയുടെ ഏകാധിപത്യം ഘടകകക്ഷികളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന സ്ഥിതിയാണ് നിലവിലുള്ളതെന്നും സതീശൻ കുറ്റപ്പെടുത്തി. അതേസമയം മുഖ്യമന്ത്രിക്ക് സംഘപരിവാറിന് പേടിയാണ് എന്ന് KPCC പ്രസിഡന്റ് K. സുധാകരൻ MP-യും ആരോപിച്ചു. CPM-ലും LDF-ലും RSS സ്വാധീനം വർദ്ധിപ്പിച്ച് കാവ്യവൽക്കരണം പ്രോത്സാഹിപ്പിക്കുകയാണ് പിണറായി എന്നും അദ്ദേഹം ആരോപിച്ചു. CPM-നെയും മുഖ്യമന്ത്രിയെയും തിരുത്താൻ LDF ഘടകകക്ഷികൾക്ക് കഴിയുന്നില്ല. സ്വന്തം നിലപാട് ബലികഴിച്ച് CPM-ന്റെ ഇംഗിതത്തിന് വഴങ്ങേണ്ട ഗതികേടിലാണ് അവർ. RSS-നോടുള്ള തീണ്ടിക്കൂടായ്മ CPM സൗകര്യപൂർവ്വം മറന്നു. പ്രത്യയശാസ്ത്രപരമായ വെല്ലുവിളിയാണ് CPM നേരിടുന്നത്. RSS ബന്ധം ഒരു ക്രെഡിറ്റായാണ് ഇപ്പോൾ CPM കാണുന്നത് എന്നും സുധാകരൻ പറഞ്ഞു. സർസംഘ് ചാലക് മോഹൻ ഭാഗവതിനെ ബന്ധപ്പെടാൻ സൗകര്യമുള്ള പാർട്ടിയാണ് CPM എന്നാണ് M.V. ഗോവിന്ദൻ പറഞ്ഞത്. RSS പ്രധാന സംഘടനയാണെന്നും അതിന്റെ നേതാക്കളെ കണ്ടതിൽ എന്താണ് തെറ്റെന്നുമാണ് സ്പീക്കർ ഷംസീർ ചോദിക്കുന്നത്. EP ജയരാജനും ജാവദേക്കറും തമ്മിലുള്ള കൂടിക്കാഴ്ച വിവാദത്തിൽ താനും BJP നേതാക്കളെ കണ്ടിട്ടുണ്ടെന്നും അതിലെന്താണ് തെറ്റെന്നുമാണ് പിണറായി വിജയൻ ചോദിച്ചത് എന്നും സുധാകരൻ ചൂണ്ടിക്കാട്ടി. മുഖ്യമന്ത്രിയുടെ RSS പ്രീണനം CPM-നെ മൊത്തത്തിൽ ഗ്രസിച്ചിരിക്കുകയാണ് എന്നും അവരുടെ ഇരട്ട മുഖം കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ തിരിച്ചറിയണമെന്നും അദ്ദേഹം പറഞ്ഞു. അജിത് കുമാറിനെ പോലെ സംഘപരിവാർ ബന്ധമുള്ള ഒരു കൂട്ടം ഉദ്യോഗസ്ഥരാണ് CPM-ന് ഇപ്പോൾ സ്വന്തം മുന്നണിയിലെ ഘടകകക്ഷി നേതാക്കളെക്കാൾ പ്രിയം എന്നും അദ്ദേഹം പറഞ്ഞു. വിവാദങ്ങൾക്ക് മറുപടി പറയാതെ ആരോപണ വിധേയനായ ADGP-യെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രിയുടെ നിലപാടിൽ പാർട്ടിക്കാർക്കിടയിൽ പോലും അമർഷം പുകയുന്നുണ്ട്. ഇത് വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് പാർട്ടിയെ കൊണ്ടുചെന്നെത്തിക്കുമോ എന്നാണ് ഇനി അറിയാനുള്ളത്.